മുണ്ടക്കൈ ടോപ്പിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് നടത്തിയ ഇന്നത്തെ പരിശോധന 1 മണിക്കൂർ മുൻപ് അവസാനിപ്പിച്ചു. തിരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദൗത്യസംഘം അറിയിച്ചത്. തകർന്ന കെട്ടിടത്തിന്റെ ഭാഗത്ത് മണ്ണുമാന്തി ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തിയത്. ശ്വാസോച്ഛ്വാസത്തിന്റെ സിഗ്നലാണ് റഡാറിൽ ലഭിച്ചത്. അതേസമയം ചാലിയാർ പുഴ ഉൾപ്പെടെ മറ്റ് സോണുകളിലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 334 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. 6 സെക്ടറുകളായി തിരിഞ്ഞിട്ടായിരുന്നു ഇന്നത്തെ പരിശോധന ആരംഭിച്ചിരുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ തിരച്ചിലിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇന്ന് 4ാം ദിവസം ആരംഭിച്ചപ്പോൾ 6 സെക്ടറുകളായി തിരിഞ്ഞിട്ടായിരുന്നു തിരച്ചിൽ നടന്നത്. ദുരന്തഭൂമിയിൽ എവിടെയെങ്കിലും ജീവൻ ബാക്കിയുണ്ടോ എന്ന പരിശോധന കൂടി ഈ തിരച്ചിൽ ലക്ഷ്യമായി നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള ഹ്യൂമൻ ഡിറ്റക്ഷൻ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ഒരു ശ്വാസോച്ഛ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചതും അവിടെ പരിശോധന ആരംഭിച്ചതും. 2 ഇടങ്ങളിൽ സിഗ്നൽ ലഭിച്ചു. ഏതാണ്ട് 3 മീറ്റർ ആഴത്തിൽ നിന്നായിരുന്നു സിഗ്നൽ ലഭിച്ചത്. ആദ്യഘട്ട പരിശോധന ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് ഒരു ഇടവേള എടുത്തെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ട് വീണ്ടും പരിശോധന തുടരുകയായിരുന്നു. പക്ഷേ ഏതാണ്ട് 9 മണിയോടുകൂടി ആ പരിശോധന അവസാനിപ്പിച്ചു. കാരണം മനുഷ്യജീവൻ കണ്ടെത്താനായില്ല, പാമ്പോ തവളയോ ആകാം എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് ഒരു പക്ഷെ കണ്ടെത്തലുണ്ടായത് എന്നുള്ളതാണ്. നാളെയും ഇതുപോലെ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും എല്ലാ സേനകളുടെയും സഹായത്തോടെ സാങ്കേതിക വൈദഗ്ധ്യത്തോടെ ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകർ നാട്ടുകാരുടെ എല്ലാം സഹായത്തോടെയും തിരച്ചിൽ നടക്കും. തിരച്ചിൽ അതിരാവിലെ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 6 സെക്ടറുകൾ മാത്രമല്ല, കാടിൻ്റെ ഉള്ളിലും ഒപ്പം തന്നെ ചാലിയാർ പുഴയുടെ അടിവാരത്തും പുഴയോരങ്ങളിലുമെല്ലാം തന്നെ തിരച്ചിൽ ഇത്തരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നും നാളെയും അതുപോലെ തന്നെ പുലർച്ചെ തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ മനോജ് ഉണ്ട്. മനോജ്, എന്തായാലും ഇന്ന് എല്ലാ ഇടങ്ങളിലെയും എല്ലാ സോണുകളിലെയും പരിശോധന നിർത്തിവെച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നാളെ അതിരാവിലെ പരിശോധന ആരംഭിക്കും 5ാം ദിവസവും. നാളെ രാവിലെ തന്നെ ഈ പരിശോധന ആരംഭിക്കും. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും, അതായത് സൈന്യവും അതോടൊപ്പം തന്നെ NDRF, ബാക്കി സന്നദ്ധ സംഘടനകളും ഈ വനം വകുപ്പും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തത്ര ഉൾവലനത്തിലേക്ക്, അതിന്റെ പുഴ ഒഴുകി എത്തുന്ന ആ ഭാഗത്തേക്കൊക്കെയാണ് തിരച്ചിൽ നടക്കുക. ഇന്ന് കൃത്യമായും 6 സോണുകളായി തിരിച്ചായിരുന്നു ഈ പരിശോധന നടന്നിരുന്നത്. ഈ അവസാന നിമിഷം അവിടെയൊരു റഡാറിൽ സിഗ്നൽ കണ്ടു എന്നുള്ള കാര്യം വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു. അതായത് തീവ്രമായിട്ടുള്ള ഒരു സിഗ്നൽ ആയിരുന്നു, ഒരു ജീവൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പുരോഗമിച്ചത്. പിന്നീടാണ് രാത്രിയോളം അവിടെ ഈ റഡാർ സംഘം, ഈ രക്ഷാസംഘമൊക്കെ അങ്ങോട്ട് എത്തി ഈ റഡാർ പരിശോധന കൂടുതൽ ഊർജിതമാക്കി. അപ്പോഴും ഈ സിഗ്നൽ ലഭിച്ചുകൊണ്ടിരുന്നു. അവസാനം ഈ ഘട്ടത്തിൽ പരിശോധന ആ പ്രദേശത്തൊക്കെ തന്നെ കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി രാവിലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിരുന്നു, ആ പ്രദേശത്ത് ഏതെങ്കിലും ഒരു ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം. അത് തന്നെയാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം തന്നെയായിരുന്നു ഇന്ന് നടന്നത്. പക്ഷേ ആ പ്രദേശത്ത് നേരത്തെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം ഈ സിഗ്നൽ ലഭിച്ച സ്ഥലം പരിശോധിച്ചപ്പോൾ ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നാളെ രാവിലെ തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കും. അതോടൊപ്പം തന്നെ ഈ മേഖല ലഭിച്ച സ്ഥലത്ത് നമുക്കറിയാം, അല്പം മുൻപ് ആ പ്രദേശവാസി തന്നെ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു പരിസരത്ത് ഒരു വൃദ്ധനായിരുന്നു താമസം. 80 വയസ്സോളം ഉള്ളൊരു പന്തിവയോധികനായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ നടന്ന് കലിങ്കിൻ്റെ അടുത്ത് വരെ ഒന്നും ഒറ്റയ്ക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത്. ഈ നമുക്കറിയാം, സൈന്യത്തിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളോടെയുമാണ് ഇത്തരത്തിൽ തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും ഈ പ്രദേശവാസികൾ നൽകുന്ന വിവരങ്ങളും വിലപ്പെട്ടതാകുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണല്ലേ. ഇങ്ങനെയുള്ള കൃത്യമായ സൂചനകളും അല്ലെങ്കിൽ വിവരങ്ങളും ഒക്കെ ലഭ്യമാകുന്നത് പ്രദേശവാസികളുടെ അല്ലെ പരിസരവാസികളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. ഈ പ്രദേശവാസികൾ നൽകുന്ന വിവരം അനുസരിച്ച് തന്നെ ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചാണ് ഈ തെരച്ചിൽ നടത്തേണ്ടത് എന്നുള്ള തീരുമാനം സൈന്യവും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ ഈ വകുപ്പുകളുമൊക്കെ തീരുമാനിച്ചിരുന്നു. ഇതിൽ ഈ നാട്ടുകാരുടെയൊക്കെ ആദ്യ ഇതിനൊക്കെ ഈ വലിയ ദുരന്തത്തിൽ നേർസാക്ഷ്യം വഹിച്ച നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ അവരൊക്കെ പറയുന്നത് വെച്ച്, അതായത് ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ വീടുകളുള്ളത്, ലയങ്ങളുള്ളത്, അതോടൊപ്പം തന്നെ അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നതൊക്കെ തന്നെ കൃത്യമായി നാട്ടുകാരുടെ ആ ഒരു അവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പരിശോധന പുരോഗമിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ച പ്രദേശത്തെക്കുറിച്ചും അവിടെയുള്ളവരോട് കൃത്യമായുള്ള
കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് പിന്നീട് ഈ തിരച്ചിൽ മുന്നോട്ട് പോകുമ്പോഴും പിന്നീട് അവിടെ നിന്നും സിഗ്നൽ ലഭിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നാളെ രാവിലെയോടുകൂടി ഈ തിരച്ചിൽ വീണ്ടും പുരോഗമിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സൈന്യത്തിന്റെ പ്രവർത്തനമൊക്കെ ഈ മേഖലയിൽ, അതായത് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ എത്താൻ നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് യന്ത്രങ്ങളൊക്കെ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സൈന്യം പാലം നിർമ്മിച്ചതിന് ശേഷം ഈ ഒരു സിഗ്നൽ ലഭിച്ച ആ ഒരു വിവരം അറിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വാഹനങ്ങൾ എത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടെ ഹിറ്റാച്ചി അടക്കം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വേഗതയിൽ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ മരണസംഖ്യ ഉയരുന്നതാണ് വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം. ഇന്നും ഈ ഒരു ചൂരൽമല മേഖലയിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതോടൊപ്പം ഈ കൂടുതലും ഈ പുഴയുടെ ഈ അരികിലേക്ക്, അതായത് ഈ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ഈ പുഴയുടെ അരികിലേക്ക് ഈ കാടിന് ആ പ്രദേശത്തേക്കൊക്കെ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം അത് സംബന്ധിച്ചുള്ള പരിശോധന തന്നെയാണ് ഇന്ന് ആ മേഖലകളിലൊക്കെ നടന്നത്. നേരത്തെയും സൂചിപ്പിച്ചിരുന്നു, നിരവധി രക്ഷാപ്രവർത്തകർ ആ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. ഫോറസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ പുഴ കേന്ദ്രീകരിച്ച്, പുഴയുടെ ഈ വശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടന്നു. അതോടൊപ്പം തന്നെ ഈ ചൂരൽമല മേഖലയിലും പരിശോധന നടന്നു. എന്തായാലും ഇത്തരം തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജീവനോടുകൂടി ഇന്ന് 4 പേരെ ഈ പ്രദേശത്തിന് അടുത്തായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ 4 പേരെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചതെന്നാണ് അറിയിച്ചുള്ളത്. എന്തായാലും ഈ ഒരു ശുഭകരമായ വാർത്ത രാവിലെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ ഈ റഡാർ സിഗ്നൽ വന്നത്. എന്തായാലും ആ പരിശോധന ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ രാവിലെ വീണ്ടും ഈ ദൗത്യം തുടരും എന്ന കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്.